അപ്പോൾ പ്രേക്ഷകരെ, നമ്മുടെ നാടെല്ലാം ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനുള്ള നടപടിക്രമങ്ങൾ, SIR അടക്കമുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് അടക്കം സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിക്കുന്നതിലേക്ക് വരെ കടന്നിരിക്കുകയാണ്. അപ്പോൾ ഈ SIR കേരളത്തിലേക്ക് വരുമ്പോൾ വലിയ തരത്തിലുള്ള ആശങ്കയും സംശയങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് എന്നുള്ളതാണ്. കേരളമടക്കം 12 സംസ്ഥാനങ്ങളിലാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് തുടക്കമാകുന്നത്. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ SIR പദ്ധതി ആദ്യമായി നടപ്പാക്കിയ സംസ്ഥാനം ബീഹാറാണ്. ബീഹാറിൽ മാത്രമാണ് നിലവിൽ ഈ ഒരു പദ്ധതി നടപ്പാക്കിയത്. അതിനുശേഷം ബീഹാറിലും ഇപ്പോൾ ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് ഒക്കെ വരികയാണ്. പലർക്കും ഇവിടെ SIR നടപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ പലതരം സംശയങ്ങളും ആശങ്കകളുമാണ്. കേരളത്തിൽ ഇതെങ്ങനെയാണ് നടപ്പാക്കുന്നത് എന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ SIR കേരളത്തിൽ എങ്ങനെയെന്ന് വിശദമായി തന്നെ നോക്കാം. തീവ്ര വോട്ടർ പട്ടിക നടപ്പാക്കുമ്പോൾ ആത്യന്തികമായി വേണ്ടത് പഴുതടച്ച വിവരശേഖരണവും അതിലുള്ള ശ്രദ്ധയുമാണ്. കാരണം വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായാൽ അതിന്റെ അനന്തരഫലം രൂക്ഷമാകും. ആദ്യം നമുക്ക് നോക്കാം ഒരു വോട്ടർ ആകാനുള്ള യോഗ്യത എന്തെല്ലാം ആണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരു വോട്ടർ ആണോ എന്ന് ഞാൻ വോട്ട് ചെയ്യാൻ യോഗ്യയാണോ അല്ലെങ്കിൽ യോഗ്യനാണോ എന്നാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. അപ്പോൾ വോട്ടർക്കുള്ള യോഗ്യത എന്തെല്ലാം എന്ന് നോക്കാം. പ്രധാനമായിട്ടും ഇന്ത്യൻ പൗരനായിരിക്കണം എന്നുള്ളതാണ്. അതായത് 18 വയസ്സ് പൂർത്തിയായിരിക്കണം, ഇന്ത്യൻ പൗരനായിരിക്കണം. അതുപോലെ ആ നിയമസഭാ മണ്ഡലത്തിലെ താമസക്കാരനായിരിക്കണം. നമ്മൾ ഏത് നിയമസഭാ മണ്ഡലത്തിലാണോ വോട്ട് ചെയ്യാൻ പോകുന്നത് അവിടുത്തെ താമസക്കാരനായിരിക്കണം. മറ്റ് നിയമപ്രശ്നങ്ങളാൽ അയോഗ്യത ഉണ്ടാകരുത്, അയോഗ്യനാകരുത്. അങ്ങനെയാണെങ്കിൽ അയോഗ്യത ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി നമ്മൾ ഈ വോട്ടർ പട്ടികയിൽ ഉണ്ടോ, നമുക്ക് ഇടമുണ്ടോ എന്നുള്ള കാര്യം നമുക്കിപ്പോൾ BLOമാർ വന്ന് ഇക്കാര്യമൊക്കെ ബോധിപ്പിച്ചാൽ മാത്രമല്ല, നമുക്ക് സ്വന്തം നിലക്ക് തന്നെ ഈ കാര്യങ്ങളൊക്കെ അറിയാനുള്ള സൗകര്യമുണ്ട്. അതിന് പ്രധാനമായിട്ടും വേണ്ടത് 2002 വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക എന്നുള്ളതാണ്. 2002 വോട്ടർ പട്ടിക നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. www.ceo.kerala.gov.in/electoral-roll-SIR 2002 എന്ന ലിങ്കിൽ കയറിയാൽ 2002 കേരളത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടർ പട്ടിക ലഭിക്കും. അതിൽ നമ്മുടെ മാതാപിതാക്കളുടെയോ വോട്ടുണ്ടോ അല്ലെങ്കിൽ പേരുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയണം. അത് ജില്ലാ അടിസ്ഥാനത്തിൽ നമുക്കിത് സെർച്ച് ചെയ്യാൻ സാധിക്കും. 2002 ശേഷം രൂപീകരിച്ച നിയമസഭാ മണ്ഡലമാണെങ്കിൽ അല്ലെങ്കിൽ ആ മണ്ഡലത്തിലുള്ളവരാണെങ്കിൽ 2002 വോട്ട് ഉണ്ടായിരുന്നത് ഏത് നിയമസഭാ മണ്ഡലത്തിലാണോ അവിടെ ക്ലിക്ക് ചെയ്യണം. അവിടെ കേരളത്തിന് പുറത്തായിരുന്നു ഇനി നമ്മൾ ആ സമയത്ത് വോട്ട് ചെയ്തത്, കേരളത്തിന് പുറത്ത് താമസിക്കുമ്പോഴായിരുന്നെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ വെബ്സൈറ്റിൽ ആ സംസ്ഥാനം എടുത്തു നോക്കിയാൽ, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ നമുക്ക് നമ്മുടെ പേരുണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ മറ്റൊരു കാര്യം ചെയ്യേണ്ടത് BLOമാർക്കാണ് പ്രധാനമായിട്ടും ഇതിന്റെ എല്ലാം ചുമതല നൽകിയിരിക്കുന്നത്. BLO എന്ന് പറഞ്ഞാൽ ബൂത്ത് ലെവൽ ഓഫീസർമാരാണ്. അപ്പോൾ നമ്മുടെ BLO ആരാണ്, അല്ലെങ്കിൽ നമ്മുടെ BLOയുടെ കോൺടാക്ട് നമ്പർ എന്താണ് എന്നൊക്കെയുള്ള കാര്യം നമുക്ക് നേരിട്ട് അറിയാനായിട്ട് സാധിക്കും. വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ BLO ആരാണ് എന്ന് തിരയണം. BLOയെ നേരിട്ട് നമുക്ക് കാണാം. നമ്മൾ താമസിക്കുന്നതിന്റെ പരിധിയിലുള്ള BLO, അതായത് ബൂത്ത് തല ഓഫീസർ ആരാണെന്ന് കണ്ടെത്താം. ഇതിന് www.ceo.kerala.gov.in/BLO എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. സംസ്ഥാനത്തെ മുഴുവൻ BLOമാരുടെയും വിവരം ഇതിൽ ലഭിക്കും. ഇവരുടെ പേരും മൊബൈൽ നമ്പറും എല്ലാം ഉണ്ടാവും. അപ്പം നമ്മുടെ ബൂത്തിന്റെ ആരാണ് ഓഫീസർ എന്നുള്ള കാര്യം നമുക്ക് അതിൽ അറിയാനായിട്ട് സാധിക്കും. അവരെ നേരിട്ട് നമുക്ക് വിളിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ, നമ്മൾ വോട്ടർ പട്ടികയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് സാധിക്കും. ഇനിയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കുന്നതാണ് ഏറെ നിർണായകമായിട്ടുള്ള കാര്യം. എന്യൂമറേഷൻ ഫോമിലാണ് നമ്മളുടെ വിവരങ്ങളെല്ലാം നൽകേണ്ടത്. അപ്പോൾ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. BLOമാർ നമ്മുടെ വീട്ടിൽ ഇത് എത്തിക്കും. ഈ എന്യൂമറേഷൻ ഫോം BLOമാർ അതാത് വീടുകളിൽ എത്തിക്കും. പക്ഷേ നമുക്കറിയാം, നവംബർ 4 മുതൽ ഡിസംബർ 4 വരെ മാത്രമാണ് ഇതിനെല്ലാം സമയമുള്ളത്. അതുകൊണ്ട് BLO വരുന്നത് കാത്തു നിൽക്കാതെ നമുക്ക് തന്നെ നേരിട്ട് ഓൺലൈനായിട്ട് ഈ ഫോം കാണാൻ സാധിക്കും. www.ceo.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്ന് നവംബർ 4 മുതൽ ഈ ഫോം ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ 2 കോപ്പികൾ അത് എടുക്കണം. പൂരിപ്പിച്ച അപേക്ഷയുടെ ഒരെണ്ണം BLOയ്ക്ക് നൽകണം. മറ്റൊന്ന് അക്നോളജ്മെന്റ് ആയിട്ട് BLOയുടെ ഒപ്പിട്ട് വാങ്ങി നമ്മൾ തന്നെ, ആരാണോ അപേക്ഷകന് തന്നെ അത് സൂക്ഷിക്കുകയും ചെയ്യണം. ഇനി മറ്റൊന്ന്, SIRൽ പേരില്ലെങ്കിൽ ആശങ്ക വേണ്ട എന്നുള്ളതാണ്. 2002 വോട്ടർ പട്ടികയിൽ പേര് ഇല്ല. ഇപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുകയാണ്, പേരില്ല എങ്കിൽ അത് ഓർത്താരും ആശങ്കപ്പെടേണ്ട. നമ്മളുടെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ നമ്മളുടെയോ പേരാണ് ഇതിലുണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ടത്. അത് പേരില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പൗരന്മാരെന്ന് തെളിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിരിക്കുന്ന 12 രേഖകളിൽ ഏതെങ്കിലും ഒന്നിന്റെ പകർപ്പ് ഈ എന്യൂമറേഷൻ ഫോമിനൊപ്പം നൽകിയാൽ മതി.
ഇനി മറ്റു ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, 1987 ജൂലൈ 1 മുൻപ് ജനിച്ചവരാണെങ്കിൽ ജനന തീയതിയും സ്ഥലവും തെളിയിക്കുന്ന രേഖയാണ് സമർപ്പിക്കേണ്ടത്. 1987 ജൂലൈ 1 2004 ഡിസംബർ 2 ഇടയിൽ ജനിച്ചവരാണെങ്കിൽ സ്വന്തം ജനന തീയതിയും സ്ഥലവും ഒപ്പം മാതാപിതാക്കളിൽ ഒരാളുടെ ഈ ജനന തീയതിയും സ്ഥലവും തെളിയിക്കുന്ന രേഖയാണ് സമർപ്പിക്കേണ്ടത്. ഇനി 2004 ഡിസംബറിന് ശേഷം ജനിച്ചവരാണെങ്കിൽ സ്വന്തം ജനന തീയതിയും സ്ഥലവും മാതാപിതാക്കൾ രണ്ടുപേരുടെയും രേഖകളും സമർപ്പിക്കണം എന്നുള്ളതാണ്. ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേകമായി മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്നുള്ളതാണ്. ഇനി കരട് വോട്ടർ പട്ടിക ഡിസംബർ 9 അത് നമുക്ക് സ്വന്തം നിലയ്ക്ക് തന്നെ ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിയുമ്പോൾ നമ്മളുടെ പേര് അതിലുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് സാധിക്കും. BLOമാർ നേരിട്ടും ഓൺലൈനായും അംഗീകാരം നൽകിയ വോട്ടർമാരെ ഉൾപ്പെടുത്തി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടെ പേര് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഇനി നമ്മുടെ ബൂത്തിൽ നമ്മുടെ പേരില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പുനഃക്രമീകരണങ്ങളൊക്കെ വന്നതാണ്, ബൂത്തുകളുടെ കാര്യത്തിൽ വരാൻ ഇരിക്കുന്നതുമാണ്. അപ്പോൾ സമീപത്തുള്ള മറ്റ് ബൂത്തുകളുടെ പട്ടിക കൂടി പരിശോധിക്കണം, അതിൽ നമ്മുടെ പേരുണ്ടോ എന്ന് നമ്മൾ ഉറപ്പാക്കുകയും വേണം. ഈ വോട്ടർ പട്ടിക, കരട് വോട്ടർ പട്ടിക വന്നു കഴിയുമ്പോഴാണ് പിന്നീട് ഒരുപാട് പരാതികളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് അറിയിക്കാനുള്ള സംവിധാനവുമുണ്ട്. ഡിസംബർ 9 മുതൽ 2026 ജനുവരി 8 വരെയാണ് കരട് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയതിനെതിരായ പരാതികളും ഇനി ആരെങ്കിലും വ്യാജമായി കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ അത്തരം ആക്ഷേപങ്ങളും ഒക്കെ സമർപ്പിക്കാനുള്ള സമയം. ഡിസംബർ 9 മുതൽ 2026 ജനുവരി 31 വരെ കരട് വോട്ടർ പട്ടികയ്ക്കെതിരായ പരാതികളും ആക്ഷേപങ്ങളും ഓരോ നിയമസഭാ മണ്ഡലത്തിലുമുള്ള ഇലക്ട്രൽ റോൾ ഓഫീസർ EROമാർ നോട്ടീസ് അയക്കും. തുടർന്ന് ഹിയറിംഗ് നടത്തി ഈ ഒരു രേഖകളെല്ലാം പരിശോധിച്ച് ERO ഒരു തീരുമാനമെടുത്ത് ആവശ്യമുള്ളത് കൊള്ളുകയും അല്ലാത്തവയെല്ലാം തള്ളുകയും ചെയ്യും. EROമാരുടെ നടപടികൾ തീർത്ത് അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കാൻ ഫെബ്രുവരി 3 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടുകയും ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ ഫെബ്രുവരി 7 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. ഈ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അപ്പീലിന് പോകാനുള്ള സൗകര്യവും ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്. ഇതിൽ എന്തെങ്കിലും തരത്തിൽ ഈ അന്തിമ വോട്ടർ പട്ടികയിലും പിന്നീട് പരാതികളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ അന്തിമ വോട്ടർ പട്ടിക വന്നു കഴിഞ്ഞതിന് ശേഷം അപ്പീലുമായി EROമാരെയാണ് നമ്മൾ സമീപിക്കേണ്ടത്. EROമാരുടെ തീരുമാനത്തിനെതിരായ അപ്പീൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കാണ് നൽകേണ്ടത്. 2 അപ്പീലും തള്ളിയാൽ പിന്നെ കമ്മീഷന്റെ ഭാഗത്തു നിന്നും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള എല്ലാ വഴികളും അടയും, നമ്മൾ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താകും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ആക്റ്റീവായിട്ട് തന്നെ പങ്കാളികളാകുക, നമ്മുടെ പേര് അതിൽ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ എല്ലാം സാധാരണ ചെയ്യുന്നത് പോലെ എല്ലാം അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ ചെയ്യാതെ ആദ്യമേ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് ഓൺലൈൻ വെബ്സൈറ്റ് ഒക്കെ നോക്കി സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും വോട്ടവകാശം വിനിയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.